നിങ്ങൾക്കായി കരുതുന്നവനാകിയ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളും. നിർമ്മതനായ സാത്താനല്ല, ഉപായായ പിശാചല്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ അകത്തിരിക്കുന്നത് ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. അവൻ മറ്റാരുമല്ല, യേശു കർത്താവാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്ക്. അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തും. നിന്റെ കുടുംബത്തെ ഉയർത്തും, തലമുറകളെ ഉയർത്തും. ദൈവസന്നിധിയിൽ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ തയ്യാറാകുന്നവൻ. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ പ്രശ്നമുണ്ടോ? ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക, അതിന്റെ മേൽ മറുപടി കൽപ്പിക്കും. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നാൽ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, നിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റം വരുത്തുവാൻ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പ് ഈ ലോകത്തിന്റെ അധിപതിയുടെ മുമ്പിലല്ല, യേശുവിന്റെ കൈക്കീഴിൽ, യേശുവിന്റെ സന്നിധിയിൽ നീ താണിരിക്കുമ്പോൾ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതെ പോകത്തില്ല. പത്രോസ് ചാട്ടക്കാരൻ. എന്തിനും എടുത്തു ചാടി പുറപ്പെടുന്ന പത്രോസ് ചോദിച്ച ചോദ്യം, യേശുവേ ഞങ്ങൾ പുറപ്പെട്ടു, എന്താ ഞങ്ങൾക്ക് നേട്ടം? അമേ, നിങ്ങൾ നോക്കണമേ. ഞാൻ നേരത്തെ പറഞ്ഞു, യേശു പറഞ്ഞു 12 സിംഹാസനങ്ങളിൽ നിന്ന് നിങ്ങളും എന്നോടൊപ്പം ജാതികളെ എന്നല്ല പറയുന്നത്, മാനവജാതിയെ ന്യായം വിധിക്കും. പത്രോസേ, നിന്റെ വിദ്യാഭ്യാസം എത്രയാ? വേദപുസ്തകം അപ്പോസ്തല പ്രവൃത്തി 4:13 പറയുന്നു, പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അടുത്ത പദം, അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്ന് അറിഞ്ഞു. ആമേൻ. യേശുവിന്റെ കൂടെയാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ നീ ദൈവസ്ഥലിൽ മുട്ടുമടക്ക്. നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറക്കാതെ ഇരിക്കത്തില്ല. ദൈവദാസനെ, എത്ര വർഷം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നേ, എത്ര വർഷം കൊണ്ട് ഞാൻ കണ്ണീരൊഴുക്കുന്നേ, എത്ര ദിവസം ഞാൻ ഉപവസിച്ചു, എത്ര പാസ്റ്റർമാരെ മാറി മാറി വിളിച്ച് ഞാൻ പ്രാർത്ഥിപ്പിച്ചു നോക്കി. എന്റെ ചോദ്യം, എൽക്കാനയുടെ ദൈവസ്ഥനിൽ കൊണ്ടുപോയി നേർച്ച കഴിച്ചുകൊണ്ടിരുന്ന നേർച്ച വസ്തു കഴിച്ചാൽ നീ കൺസീവ് ആകണമെന്നില്ല. നീ എൽക്കാനെ നോക്കാതെ നീ ദേവാലയത്തിൽ വാ. ദൈവം നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രാർത്ഥനകൾക്ക് മറുപടിയുമായി ഒരുത്തൻ ഇരിപ്പുണ്ട്. അവന്റെ കാൽപാദത്തിലേക്ക്, അവന്റെ പാദപീഠത്തിലേക്ക് നീ ഇരിപ്പാൻ തയ്യാറായാൽ വേദപുസ്തകം പറയുന്നു, നിനക്ക് മറുപടിയുമായി സ്വർഗം പ്രവർത്തിക്കാതിരിക്കത്തില്ല. നിനക്ക് മറുപടിയുമായി അവൻ ഇറങ്ങി വരാതിരിക്കത്തില്ല. തകർന്നിരിക്കുന്ന കുടുംബജീവിതങ്ങളെ, നിന്നയിലെ പരിഹാസത്തിലും വേദനയിലും ഒറ്റപ്പെടലിലും ആയിരിക്കുന്ന ദൈവമക്കളെ, നിനക്ക് വേണ്ടി മറുപടിയുമായി ഇന്ന് പകൽക്കാലം ഒരുവൻ ഇറങ്ങി വരാതിരിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ അന്യായ മുഖങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നാളുകളായിട്ടുള്ള പ്രാർത്ഥനകൾക്ക്, നാളുകളായിട്ടുള്ള പ്രാർത്ഥന വിഷയങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ മറുപടി ഉണ്ടാകട്ടെ. നാളുകളായിട്ടുള്ള കണ്ണീരിന് മറുപടി ഉണ്ടാകട്ടെ. നാളുകളായിട്ടുള്ള വേദനകൾക്ക് മറുപടി ഉണ്ടാകട്ടെ. പത്രോസേ, മാന്യത വരുന്നത് നിന്റെ തൊലിയുടെ നിറം നോക്കിയിട്ടല്ല, നീ ഏത് കുലത്തിൽ പിറന്നു എന്നുള്ള നോക്കിയിട്ടല്ല മാന്യത വരുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? നീ ഏത് പട്ടണത്തിൽ ജനിച്ചു എന്ന് നോക്കിയിട്ടല്ല മാന്യത വരുന്നത്. അമേരിക്ക പിറന്നാൽ മാത്രമേ അങ്ങ് നല്ലതായിട്ടുള്ളൂ, ആ രാജ്യമാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് അവിടെ പിറക്കുന്നത് നല്ലത്. നോ നോ നോ, നീ എവിടെ പിറന്നാലും നീ ഒന്ന് ഓർക്കണം, യേശുവിൻ്റെ കയ്യിലാണ് ഞാൻ നമ്മെ ആയിരിക്കുന്നത്. നിന്റെ രാജ്യം നിന്നെ അവരോട് എത്തിക്കത്തില്ല, നിന്റെ പട്ടണം നിന്നെ അവരോട് എത്തിക്കത്തില്ല, നിന്റെ കുടുംബം ആകാത്മ്യം നിന്നെ അവരോട് എത്തിക്കത്തില്ല. പക്ഷേ യേശു നിന്നെ എത്തിക്കാണ്ട് തുറമുഖത്തെത്തിക്കും. യേശു നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ഒത്തിരി ദേവന്മാർ നമുക്ക് ചുറ്റിലുമുണ്ട്, പക്ഷെ ദൈവം ഒരുവനേയുള്ളൂ. അത് ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്, അവൻ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ എണ്ണിപ്പറഞ്ഞ് അനുഗ്രഹിപ്പാൻ വിശ്വസ്തൻ. നേർച്ചകളും വേണ്ട, കാഴ്ചകളും വേണ്ട, നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എൻ്റെ കുടുംബത്തെ ഉയർത്തും, തലമുറകളെ ഉയർത്തും. ദൈവസന്നിധിയിൽ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ തയ്യാറാകുന്നവൻ. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ പ്രശ്നമുണ്ടോ? ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക, അതിൻ്റെ മേൽ മറുപടി കൽപ്പിക്കും. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നാൽ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, നിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റം വരുത്തുവാൻ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പ് ഈ ലോകത്തിന്റെ അധിപതിയുടെ മുമ്പിലല്ല, യേശുവിന്റെ കൈക്കീഴിൽ, യേശുവിന്റെ സന്നിധിയിൽ നീ താണിരിക്കുമ്പോൾ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതെ പോകത്തില്ല.
പത്രോസ് ചാട്ടക്കാരൻ. എന്തിനും എടുത്തു ചാടി പുറപ്പെടുന്ന പത്രോസ് ചോദിച്ച ചോദ്യം, യേശുവേ ഞങ്ങൾ പുറപ്പെട്ടു, എന്താ ഞങ്ങൾക്ക് നേട്ടം? അമേ, നിങ്ങൾ നോക്കണമേ, ഞാൻ നേരത്തെ പറഞ്ഞു, യേശു പറഞ്ഞു 12 സിംഹാസനങ്ങളിൽ നിന്ന് നിങ്ങളും എന്നോടൊപ്പം ജാതികളെ എന്നല്ല പറയുന്നത്, മാനവ ജാതിയെ ന്യായം വിധിക്കും. പത്രോസേ, നിന്റെ വിദ്യാഭ്യാസം എത്രയാ? വേദപുസ്തകം അപ്പോസ്തല പ്രവൃത്തി 4:13 പറയുന്നു, പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അടുത്ത പദം, അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്ന് അറിഞ്ഞു. ആമേൻ. യേശുവിന്റെ കൂടെയാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ നീ ദൈവസ്ഥലിൽ മുട്ടുമടക്ക്, നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറക്കാതെ ഇരിക്കത്തില്ല. ദൈവദാസരേ, എത്ര വർഷം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നേ, എത്ര വർഷം കൊണ്ട് ഞാൻ കണ്ണീരൊഴുക്കുന്നേ, എത്ര ദിവസം ഞാൻ ഉപവസിച്ചു, എത്ര പാസ്റ്റർമാരെ മാറി മാറി വിളിച്ച് ഞാൻ പ്രാർത്ഥിപ്പിച്ചു നോക്കി. എന്റെ ചോദ്യം, എൽക്കാനയുടെ ദൈവസ്ഥനിൽ കൊണ്ടുപോയി നേർച്ച കഴിച്ചു കൊണ്ടിരുന്ന നേർച്ച വസ്തു കഴിച്ചാൽ നീ കൺസീവ് ആകണമെന്നില്ല. നീ എൽക്കാനെ നോക്കാതെ നീ ദേവാലയത്തിൽ വാ, ദൈവം നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രാർത്ഥനകൾക്ക് മറുപടിയുമായി ഒരുത്തൻ ഇരിപ്പുണ്ട്. അവന്റെ കാൽപാദത്തിലേക്ക്, അവന്റെ പാദപീഠത്തിലേക്ക് നീ ഇരിപ്പാൻ തയ്യാറായാൽ വേദപുസ്തകം പറയുന്നു, നിനക്ക് മറുപടിയുമായി സ്വർഗം പ്രവർത്തിക്കാതിരിക്കത്തില്ല, നിനക്ക് മറുപടിയുമായി അവൻ ഇറങ്ങി വരാതിരിക്കത്തില്ല. തകർന്നിരിക്കുന്ന കുടുംബജീവിതങ്ങളെ, നിന്നയിലും പരിഹാസത്തിലും വേദനയിലും ഒറ്റപ്പെടലും ആയിരിക്കുന്ന ദൈവമക്കളെ, നിനക്ക് വേണ്ടി മറുപടിയുമായി ഇന്ന് പകൽക്കാലം ഒരുവൻ ഇറങ്ങി വരാതിരിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ അന്യായ മുഖങ്ങൾ അഴിഞ്ഞു മാറട്ടെ, പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നാളുകളായിട്ടുള്ള പ്രാർത്ഥനകൾക്ക്, നാളുകളായിട്ടുള്ള പ്രാർത്ഥന വിഷയങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ മറുപടി ഉണ്ടാകട്ടെ. നാളുകളായിട്ടുള്ള കണ്ണീരിന് മറുപടി ഉണ്ടാകട്ടെ. നാളുകളായിട്ടുള്ള വേദനകൾക്ക് മറുപടി ഉണ്ടാകട്ടെ. പത്രോസേ, മാന്യത വരുന്നത് നിന്റെ തൊലിയുടെ നിറം നോക്കിയിട്ടല്ല, നീ ഏത് കുലത്തിൽ പിറന്നു എന്നുള്ള നോക്കിയിട്ടല്ല മാന്യത വരുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? നീ ഏത് പട്ടണത്തിൽ ജനിച്ചു എന്ന് നോക്കിയിട്ടല്ല മാന്യത വരുന്നത്. അമേരിക്കയിൽ പിറന്നാൽ മാത്രമേ അങ്ങ് നല്ലതായിട്ടുള്ളൂ, ആ രാജ്യമാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് അവിടെ പിറക്കുന്നത് നല്ലത്. നോ, നീ എവിടെ പിറന്നാലും നീ ഒന്ന് ഓർക്കണം, യേശുവിൻ്റെ കയ്യിലാണ് ഞാൻ നമ്മെ ആയിരിക്കുന്നത്. നിന്റെ രാജ്യം നിന്നെ അവരോട് എത്തിക്കത്തില്ല, നിന്റെ പട്ടണം നിന്നെ അവരോട് എത്തിക്കത്തില്ല, നിന്റെ കുടുംബം ആകാത്മ്യം നിന്നെ അവരോട് എത്തിക്കത്തില്ല. പക്ഷേ യേശു നിന്നെ എത്തിക്കാണ്ട് തുറമുഖത്തെത്തിക്കും. യേശു നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ഒത്തിരി ദേവന്മാർ നമുക്ക് ചുറ്റിലുമുണ്ട്, പക്ഷെ ദൈവം ഒരുവനേയുള്ളൂ. അത് ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്, അവൻ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ എണ്ണിപ്പറഞ്ഞ് അനുഗ്രഹിപ്പാൻ വിശ്വസ്തൻ. നേർച്ചകളും വേണ്ട, കാഴ്ചകളും വേണ്ട, നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കൺവെൻഷന് പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പാസ്റ്റർ വീട്ടിനകത്ത് വരുമ്പോൾ കാണിക്ക കൊടുക്കാനില്ലെങ്കിലും കുഴപ്പമില്ല. നിന്റെ അവസ്ഥകളെ അറിഞ്ഞ് നിന്നെ മാറോട് ചേർത്ത് നിർത്താൻ ഇന്നും തയ്യാറായി ഒരുവൻ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്, ഒരുവൻ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അത് മറ്റാരുമല്ല, യേശു കർത്താവ്. അവനെ ചേറ്റിൽ കടന്ന് നിന്നെ വിളിച്ചിറക്കി ഇത്രത്തോളം മാന്യതയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും അവനെ നിർത്തുവാൻ കഴിയത്തില്ലേ? ഇനിയും അവനെ അനുഗ്രഹിപ്പാൻ കഴിയത്തില്ലേ? ഇനിയും നിന്നെ ഉയർത്തുവാൻ യേശുവിന് കഴിയത്തില്ലേ? കഴിയോ? ഇന്ന് പകൽക്കാലം പറ, എന്റെ യേശു വാക്കു മാറാത്തവൻ. ആ പദം വീണ്ടും പറയുക. നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ ദൈവം വിശ്വസ്തനാ. 2020, 21, 22, 23 പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലേ? 2024 ഈ ജൂൺ മാസം 23-ാം തീയതി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരാം. ആരോ തിരിച്ചറിഞ്ഞത് പ്രാർത്ഥിക്കുന്നുണ്ട്, ആരൊക്കെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. നാളുകളായി കരഞ്ഞു, നാളുകളായി പ്രാർത്ഥിച്ചു. ആശ്രയം വെച്ചവരെല്ലാം കൈമലർത്തി, ആശ്രയം വെച്ചവരെല്ലാം മാറി നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നിന്റെ ആശ്രയം യഹോവയിലാണോ? നിന്റെ ആശ്രയം യേശുവിലാണോ? സഹോദരന്മാരെ, പ്രാർത്ഥിച്ചോ. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ, തലമുറയുടെ അവസ്ഥകളെ മാറ്റുവാൻ ആശ്രയം യേശുവിലുമേ.
ഒരിക്കൽ യേശു നിങ്ങൾ നോക്കണമേ, ശിഷ്യന്മാർ രാത്രിയാമത്തിൽ അവർ പടകിൽ യാത്ര ചെയ്തു വരുന്നു. യേശു അവരോടൊപ്പം ഇല്ല. പെട്ടെന്ന് ഇവർ തുഴഞ്ഞ് അതുവരെ ശാന്തമായിരുന്ന കടലിലെല്ലാം ഇളകാൻ തുടങ്ങി. പലപ്പോഴും ശാന്തമായി പോകുമ്പോൾ നമ്മൾ പല വ്യക്തികളും യേശുവിനെ മറന്നു പോകുന്നവരാ. എല്ലാം ശാന്തമായി പോകുന്നു. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, കുടുംബത്തിൽ പ്രശ്നമില്ല, ദൈവത്തെ വേണ്ട. പക്ഷേ കുടുംബത്തിനകത്ത് പ്രശ്നം, സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ നമ്മൾ അയ്യം വിളിക്കാറുണ്ട്. ഇതേ അവസ്ഥയിൽ അതുവരെ യേശുവാണ് അവരെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ യേശുവില്ല, തങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക. ആരാ തങ്ങൾ എന്ന് പറയുന്നത്? അവർ 12 പേർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. അതിനകത്ത് യേശുവില്ല. ഇവർ 12 പേരുമായി യാത്ര ചെയ്യുമ്പോൾ രാത്രിയിൽ കാറ്റും കോളും അധികമായി വർദ്ധിച്ചു തുടങ്ങി. ഇവർക്ക് മനസ്സിലായി മുന്നോട്ട് തുഴഞ്ഞേ പറ്റത്തുള്ളൂ, വേഗത്തിൽ തുഴയണം. ഇവർ തുഴഞ്ഞു തുടങ്ങി. അവർ നോക്കിയപ്പോൾ ഒരുവൻ കടലിൽ കൂടി നടന്നു വരുന്നുണ്ട്. ആരെന്നറിയത്തില്ല. പെട്ടെന്ന് അവിടെ ഇരുന്ന യോഹന്നാൻ ചോദിച്ചു, ആരാണ്? പത്രോസ് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ പെട്ടെന്ന് യേശു പറഞ്ഞു, ഞാൻ തന്നെ. പത്രോസിന് മനസ്സിലായത് യേശുവാണ്. അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യട്ടെ, കൂടെ നിൽക്കുന്നവർ ആരൊക്കെ വിളിച്ചു പറഞ്ഞു, എടാ യേശുവല്ലടാ, ഭൂതമടാ, ഭൂത. പക്ഷേ ശബ്ദം കേട്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഇല്ല, ഇത് യേശു തന്നെ. അതിന്റെ അർത്ഥം എങ്ങനെയെന്നറിയാമോ? കൂടെ നടക്കുന്നവനെ യേശുവിന്റെ ശബ്ദം അറിയാൻ പറ്റത്തുള്ളൂ, ചേർന്നിരിക്കുന്നവനെ യേശുവിന്റെ ശബ്ദം അറിയാൻ പറ്റത്തുള്ളൂ. യേശുമായി യാത്ര ചെയ്യുന്നതിന് മാത്രമേ യേശുവിന്റെ ശബ്ദം തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. വേദപുസ്തകം പറയുന്നു, ചെന്നായി ആടുകളുടെ വേഷം ധരിച്ചു നിൽക്കും. തിരിച്ചറിയണമെങ്കിൽ നിനക്ക് ദൈവകൃപയുണ്ടാകണം. പ്രവാചകന്മാരും പ്രവാചകിമാരും പാസ്റ്റർമാരെല്ലാം വരുമ്പോൾ പ്രവാചകന്മാരെയും ഞാൻ അടിച്ചടച്ച് ആക്ഷേപിക്കുന്നില്ല. പലതും ചെന്നായികൾ ആടുകളുടെ വേഷം ധരിച്ച് നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ട് നമ്മുടെ നന്മകളെ ചോർത്തിക്കൊണ്ടുപോകും. പലപ്പോഴും നമ്മുടെ ഒപ്പം നിന്ന് നമ്മുടെ സ്വസ്ഥതയെ കെടുത്തിക്കളയോ, നമ്മുടെ നന്മകളെ മണ്ണിട്ട് മൂടിക്കളയും. നമ്മൾ അറിയത്തില്ല. യാക്കോബിനോടൊപ്പം നടന്ന പലതും യാക്കോബിനെതിരായി തിരിഞ്ഞതുപോലെ, അബ്രഹാമിനോടൊപ്പം നടന്ന പലതും അബ്രഹാമിനെതിരെ തിരിഞ്ഞതുപോലെ, യേശുവിനോടൊപ്പം നടന്നത് പലതും യേശുവിനെതിരായി തിരിഞ്ഞതുപോലെ, അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം നടന്നത് പൗലോസിനെതിരായി തിരിഞ്ഞതുപോലെ, നമുക്കറിയത്തില്ല ആരാ ഇതിനകത്ത് ചെന്നായി, ആരാ യഥാർത്ഥ ആട്. കാരണം ആടുകളുടെ വേഷം ധരിച്ച് നിൽക്കുന്ന ചെന്നായി അറിയണമെങ്കിൽ നിനക്ക് ദൈവകൃപ വേണം. ഈ ദൈവകൃപ നിനക്കുണ്ടാകണമേ. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താണിരിക്കണം. പത്രോസ് പറഞ്ഞു, അത് യേശുവാ. അങ്ങനെയാണെങ്കിൽ യേശുവെ ഞാനങ്ങോട്ട് വരട്ടെ. എന്തിനും ചാടി പുറപ്പെടുന്നു. ചാടി വെള്ളത്തിന്മേൽ നടന്നു. സുഖമായി നടന്ന് യേശുവിന്റെ അടുക്കലേക്ക് എത്തിയപ്പോഴാണ് അവൻ പെട്ടെന്ന് ഓർത്ത്, നിൽക്കുന്നത് വെള്ളത്തിലാണല്ലോ. നിൽക്കുന്നത് വെള്ളത്തിലാണല്ലോ. വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ വെള്ളം ചിറ പോലെ പൊങ്ങിക്കണം. പേടിച്ച് ഇവൻ എന്ത് ചെയ്തു? മാറി. എന്റെ പേടിപ്പല്ല, ഇവൻ എന്തിനും എടുത്തു ചാടുന്നവനായിരുന്നു. സ്തോത്രം. എടുത്തുചാട്ടം പലപ്പോഴും നമ്മളെ അപകടത്തിലെത്തിക്കുമ്പോ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവനെ ദൈവം എത്തിക്കാണ്ട തുറമുഖത്ത് എത്തിച്ചിരിക്കും. ആമേൻ. ദൈവസന്നിധിയിൽ കാത്തിരിപ്പാൻ തയ്യാറാകുന്നവനെ ദൈവം ഒരു നാളും ഉപേക്ഷിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താണിരുന്നാൽ നിന്നെ തക്ക സമയത്ത് ദൈവം ഉയർത്തിയിരിക്കും. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത്, അവന് മാത്രമേ ഇത് പറയാൻ പറ്റൂ. എന്തിനും എടുത്തു ചാടി നടക്കുന്നവൻ. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ 40 നാളുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം യേശു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് തന്നെ താൻ പറഞ്ഞ വാക്കാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരൂശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. പക്ഷേ ഒരു കാത്തിരിപ്പ് നടത്തണം. പത്രോസിന് ഇത് മനസ്സിലായി. പത്രോസും തന്നോടൊപ്പമുള്ള മറ്റുള്ള 10 ശിഷ്യന്മാരോ താൻ തെരഞ്ഞെടുത്ത മത്തിയത്താസിനെ കൂട്ടി 120ഓളം വ്യക്തികൾ മാർക്കോസിന്റെ മാളിക മുറിയിൽ പ്രാർത്ഥിക്കുവാൻ വെയിറ്റ് ചെയ്തു. 10ാമത്തെ ദിവസമായി പെന്തക്കോസ്ത് നാളായപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നെന്ന് വേദപുസ്തകം പറയുന്നു. കാത്തിരുന്നവന്റെ മേൽ അഭിഷേകം വെളിപ്പെട്ടപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. വചനം പറയുന്നു, 11 പേരുടെ കൂട്ടത്തിൽ നിന്ന് പത്രോസ് എഴുന്നേറ്റ് വചനം പ്രസംഗിച്ചു. ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ മാനസാന്തരപ്പെടുവാൻ ഇടയായി. കാരണം എന്താ? ദൈവസന്നിധിയിൽ കാത്തിരിപ്പാൻ തയ്യാറായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന കുടുംബങ്ങളെ, വ്യക്തിബന്ധങ്ങളെ, ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. ആരും നിന്റെ കരം പിടിച്ചില്ലെങ്കിലോ, ആരും നിന്നെ ഉയർത്തിയില്ലെങ്കിലോ, ആരും നിനക്ക് സ്റ്റേജുകൾ തന്നില്ലെങ്കിലോ, കൂടപ്പിറപ്പുകൾ നിന്നെ കാണാതെ പോയാലോ, അപ്പനമ്മമാർ കൈവിട്ടാലോ, മക്കൾ നിന്നെ കൈവിട്ടാലോ, കൈവിടാത്ത ഒരുവനുണ്ട്. കൈവിടാത്തൊരു സൃഷ്ടാവുണ്ട്. അവനാണ് സൃഷ്ടികർത്താവ്. അവനാണ് രാജാതി രാജാവ്. അവന്റെ ബലമുള്ള
ബലമുള്ള കൈ കീഴിൽ താണിരിക്ക്. അവൻ തന്നെ തക്ക സമയത്ത് ഉയർത്തും. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുക, ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്ക്. യേശു നിന്നെ തക്ക സമയത്ത് ഉയർത്തും.